പരാജയപ്പെട്ടവരുടെയൊക്കെ ഫ്ലക്സ് ചുമക്കാൻ തുടങ്ങും. ഇന്ന് ഫൈനലിന്റെ ദിവസം ഫൈനൽ കാണാതെ ദുനിയാവിലെ സ്വർഗത്തിൽ വന്നിരുന്ന് ഖുർആൻ ഓതിയാൽ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിനെ സ്നേഹിച്ചാൽ അല്ലാഹു തരുന്ന മൂന്നാമത്തെ പ്രതിഫലം വരുമടാ. ഫ്ലക്സ് ചുമക്കാനല്ല, ഫ്ലക്സ് ചുമക്കാനല്ല. പടച്ചവനെ, ഈ കാണുന്ന പള്ളിയിൽ ഒരു ദിവസം വിളിച്ചു പറയും, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നീ മരിച്ചുപോയെന്ന് വിളിച്ചു പറയുമല്ലോ. മോനെ, എല്ലാവരും ഓടുകയാണ്. കുടുംബക്കാര് മുഴുവനും വീട്ടിൽ വന്നു. ടാർപ്പ വലിച്ചു കെട്ടുകയാ, കസേര നിരത്തുകയാ, ലൈറ്റ് കെട്ടുകയാ, ചൂടുവെള്ളം തയ്യാറാവുകയാ. നിന്നെ എടുത്തു കൊണ്ടുപോയി മലർത്തിക്കിടത്തിയിട്ട് ചെറിയ ചൂടുള്ള വെള്ളത്തിന്റെ അകത്ത് നിന്നെ കുളിപ്പിക്കുകയാണ്. നിന്റെ ജനാസ കുളിപ്പിച്ചു, നിന്റെ മയ്യത്ത് കുളിപ്പിച്ചു, അഴുക്കുകൾ എടുത്തു കളഞ്ഞു, ഉളുവെടുപ്പിച്ചു, പുതിയ വസ്ത്രത്തിനകത്ത് പൊതിയുകയാണ്. കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ടുവരുന്നത് പോലെ നിന്റെ ജനാസ ചുമന്നുകൊണ്ട് വീടിനകത്ത് വിരിച്ചിട്ടിരിക്കുന്ന 3 കഷ്ടം വെള്ളത്തുടിയുടെ മുകളില് നിന്റെ ജനാസ കൊണ്ടുവന്ന് മലർത്തിക്കിടത്തുകയാ. പള്ളിയിലെ ഉസ്താദന്മാര് വന്നു, മയ്യത്ത് കെട്ടില് വന്നു, എല്ലാവരും നിന്റെ വീടിനകത്തേക്ക് ഒരുമിച്ച് കൂടി. അവസാന സമയം ഉസ്താദന്മാര് പടച്ചവനെ പഞ്ഞിയെടുക്കുകയാ, സുഗന്ധം തേക്കുകയാ. മൂക്കിന്റെ ദ്വാരമോ പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ, കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്നേ. മയ്യത്തുകട്ടിൽ തോളിലേക്കുയരുന്നേ, പുരയ്ക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ. അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ, അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ. മൂക്കിന്റെ ദ്വാരത്ത് പഞ്ഞി വെക്കുകയാ. മോനെ, കാണേണ്ടവരൊക്കെ കണ്ടോ പൊതിയാ പോവുകയാണ്. കണ്ടവരൊക്കെ മതി, കണ്ടതൊക്കെ മതി പൊതിയാ പറയുകയാണ്. 3 കഷ്ടം വെള്ള തുണികൾ നിന്നെ ചുറ്റുകയാണ്, 3 കെട്ടുകൾ കെട്ടുകയാണ്. താഴത്തെ പള്ളിയിൽ നിന്ന് കൊണ്ടുവന്ന മയ്യത്ത് കെട്ടില് നിന്റെ വീടിന്റെ മുറ്റത്ത് കൊണ്ടുവച്ചു. നിലവിളിയാടാ ചെറുപ്പക്കാരാ. എല്ലാരും കിടന്ന് നിലവിളിക്കുന്ന സമയം, മരണ വീട്ടിലെ ഏറ്റവും കൂടുതൽ കരച്ചിൽ കേൾക്കുന്ന സമയം, എല്ലാരും കരയുകയാണ്. എന്റെ ഉപ്പാനെ കൊണ്ടുപോകല്ലേ, എന്റെ ഉമ്മാനെ കൊണ്ടുപോകല്ലേ, എന്റെ ഇക്കാനെ കൊണ്ടുപോകല്ലേ, എന്റെ കൂടപ്പറപ്പിനെ കൊണ്ടുപോകല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നിന്റെ വീടിനകത്ത് വല്ലാത്ത നിലവിളിയാ. ശമ വിട്ട ഉമ്മയും പൊന്നുമകനെ എന്നെ കൈവിട്ടു പോന്നോ കാണലെന്ന പൊന്നേ. മക്കളുടെ ജനാസ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുമ്പോ ഉമ്മ ചോദിക്കുകയാ, എനിക്ക് മുമ്പേ പോകുകയാണോടാ മോര്? ഞാനെങ്ങാനും മരിച്ചു പോയാൽ എന്റെ ഉമ്മ ചോദിക്കും, സിറാജ് എന്റെ മയ്യത്ത് നിസ്കരിക്കേണ്ടവനായിരുന്നല്ലോ, എനിക്ക് വേണ്ടി ദുആ ചെയ്യേണ്ടവനായിരുന്നല്ലോ, എനിക്ക് മുമ്പേ പോകുകയാണോടാ, എനിക്ക് മുമ്പേ പോകുകയാണോടാ? ഒരു മരണ വീട്ടിൽ ഏറ്റവും കൂടുതൽ കരച്ചിൽ കേൾക്കുന്ന സമയമാ മോനെ. അള്ളാന്റെ ഖുർആനിനെ സ്നേഹിച്ചാൽ അള്ളാഹു തരുന്ന 3ാമത്തെ പ്രതിഫലം, നിന്റെ ജനാസ ചുമക്കുന്നതാരാടാ മോനെ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ആരാടാ നിന്റെ ജനാസ ചുമക്കേണ്ടത്? നീ ഫ്ലക്സ് ചുമന്നവനല്ല, ഹൃദയത്തിൽ മെസ്സിയെയും നെയ്മറിനെയും കൊണ്ട് നടന്നവനല്ല, അള്ളാന്റെ ഖുർആൻ കൊണ്ട് നടന്നവൻ, ഖുർആനിനെ സ്നേഹിച്ചവൻ, ആലിമീങ്ങളെ സ്നേഹിച്ചവൻ, തങ്ങന്മാരെ സ്നേഹിച്ചവൻ. മോനെ, നിന്റെ മയ്യത്ത് ചുമക്കേണ്ടത് കള്ളുകുടിയനല്ലടാ, വ്യഭിചരിച്ച് നടക്കുന്നവനല്ല, പലിശ തിന്നുന്നവനല്ല, നിസ്കരിക്കാത്തവനല്ല, നീ സാധാരണ ഒരു മനുഷ്യനല്ല. നീ ഖുർആനിനെ സ്നേഹിച്ചവനാ. ഖുർആനിനെ സ്നേഹിച്ചവനെ അല്ല സ്നേഹിക്കുമല്ലോ. അല്ലാടെ ആളാടാ നീ, അല്ലാടെ പ്രത്യേകമായ ആളാടാ നീ. നീ VVIP ആടാ. VVIP മരിക്കുമ്പോ VVIP വരണ്ടേ? അങ്ങനല്ലേ നിയമം?
നീ സാധാരണ ആളല്ലല്ലോ, നീ ഖുർആനിനെ ഇഷ്ടപ്പെട്ടവൻ. നിങ്ങളുടെ നാട്ടിലെ ഒരു VVIP മരിച്ചാൽ മന്ത്രിമാര് കാണാൻ വരും, പോലീസുകാര് വരും, ആകാശത്തേക്ക് വെടിവെക്കും, റീത്ത് സമർപ്പിക്കും, വലിയ അനുസ്മരണങ്ങളൊക്കെ നടക്കും. ഇത് ദുനിയാവിലെ VVIP. എങ്കിലും നിങ്ങൾ മരിച്ചാൽ നിങ്ങളുടെ മയ്യത്ത് ചുമക്കാൻ VVIPകൾ വരും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ആര് വരും? ഇന്ത്യയുടെ പ്രധാനമന്ത്രി വരുവോ? മോഡി സാറ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി വരുവോ? അല്ലെങ്കിൽ കർണാടകയുടെ മുഖ്യമന്ത്രി വരുവോ? ഇല്ലടോ. നീ മരിച്ചാൽ നിന്റെ ജനാസ ചുമക്കാൻ ആകാശത്ത് നിന്ന് അതിഥികൾ വരും. ആര് വരും? ആര് വരും? നിന്റെ മയ്യത്ത് ചുമക്കാൻ അവിടെ നാള് വരും. സൗദി അറേബ്യയിൽ നിന്ന് വരുവോ? ഇല്ലടോ. ആകാശത്ത് നിന്ന് 70,000 മലക്കുകൾ വരും നിന്റെ വീട്ടിൽ. ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. മലക്കുകൾ വരും. അള്ളാന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്ന VVIPകൾ, അള്ളാഹുവിന്റെ സൈന്യം വരും നിന്റെ മയ്യത്ത് ചുമക്കാൻ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എടോ, നിങ്ങൾ കണ്ടിട്ടില്ലേ ചിലരുടെ ജനാസ ചുമന്നുകൊണ്ടു പോകുമ്പോ ചില ആൾക്കാർ ചോദിക്കും, ഞാൻ പിടിക്കട്ടെ, ഞാൻ പിടിക്കട്ടെ. വേണ്ട വേണ്ട, ഞാൻ പിടിച്ചോളാം, ക്ഷീണമില്ല. എന്നാൽ ചിലരുടെ ജനാസ ചുമക്കുമ്പോ പെട്ടെന്ന് ചുമല് മാറിക്കൊടുക്കും, വല്ലാത്ത വെയിറ്റ്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ആര് ചുമക്കും മയ്യത്ത്?